കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വെളിപാട് പുസ്തകം 6-ാം അധ്യായം 4-ാം തിരുവചനം. അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവനെ അധികാരം നൽകപ്പെട്ടു. ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന വളരെ സംഘർഷഭരിതമായ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം ഈ വചനത്തിൽ ആത്മാവ് കാണിച്ചു തരികയാണ്. ഇറാനിൽ കൊടിയ പ്രതിഷേധം ഇരമ്പിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വ്യക്തികൾ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. വലിയ പ്രതിഷേധം ഇരമ്പുകയാണ്. അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഇസ്രായേൽ ഇതിനോട് ബന്ധപ്പെട്ട് യുദ്ധഭീഷണികളുമായി മുന്നോട്ട് പോകുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള മറ്റ് യുദ്ധം. പല രാജ്യങ്ങളും ഇന്ന് വളരെ കലുഷിതമായ അവസ്ഥയിലാണ്. ലോകരാജ്യങ്ങളിൽ മാത്രമല്ല, അനേകം കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. വ്യക്തിജീവിതത്തിൽ സമാധാനമില്ലാതെ ഒരുപാട് മനുഷ്യർ ഇന്ന് വേദനയോടെ കഴിയുന്നു. സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെട്ടോട്ടമോടുന്ന ആധുനിക മനുഷ്യന്റെ പ്രവൃത്തികൾ നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൽ ആത്മാവ് കൃത്യമായി പറയുന്നുണ്ട്. ഇത് കാലത്തിന്റെ പ്രത്യേകതയാണ്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിങ്ങൾ ഉറങ്ങിക്കഴിയുകയല്ലോ. നമ്മൾ ആത്മീയമായ മയക്കത്തിലല്ല. ഈ അടയാളങ്ങളിലൂടെ എല്ലാം ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ടാണ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് അസ്വസ്ഥതകൾ, യുദ്ധ ഭീഷണികൾ, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, പ്രക്ഷോഭങ്ങൾ എന്നുവേണ്ട അനേക രാജ്യങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദത്തിലും കൊടിയ പ്രതിസന്ധിയിലുമാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. നമ്മളിതൊന്നും കൊണ്ട് അസ്വസ്ഥരാകേണ്ട. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അനേക കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ലാതെ സ്നേഹരാഹിത്യത്തിൽ എത്ര കുടുംബങ്ങളാണെന്ന് കൊടിയ തകർച്ചയിലായിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ലാതെ ലോകത്തിന് നശ്വരമായ സുഖഭോഗങ്ങളുടെ പുറകെ പരക്കം പായുന്നു ഒരുപാട് ജീവിതങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ നമ്മൾ നിലവിളിയോടെ പ്രാർത്ഥിക്കണം. എഫെസോസ് 2:14 പറയുന്നു, ക്രിസ്തുവാണ് സമാധാനം. യേശു ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ഈ ലോകത്തിന് യഥാർത്ഥ സമാധാനം നൽകാൻ കർത്താവായ യേശുവിന് കഴിയും. അവൻ ലോക ജനതയുടെ സമാധാനം, എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത, സമാധാനത്തിന്റെ സന്ദേശം നിങ്ങൾ അറിയിക്കുകയാണ്. ലോക ജനതയുടെ സമാധാനം കർത്താവായ യേശുവാണ്. എൻ്റെ സഹോദരങ്ങൾ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചില വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് അസ്വസ്ഥതകൾ മാറി. ഇന്ന് ലോകം വളരെ കലുഷിതമാണ്. മധ്യപൂർവേഷ്യയിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്നുള്ള ഒരവസ്ഥ വിശേഷം. ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചു കഴിഞ്ഞു. വലിയ യുദ്ധത്തിൻ്റെ മുന്നിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നിലവിളിയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, സമാധാനം നൽകണം. ലോകരാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സഭയിൽ, വ്യക്തിജീവിതത്തിൽ യഥാർത്ഥ സമാധാനം നൽകണമേ. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. സമാധാനദാതാവായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ പരിശുദ്ധ വചനത്താൽ ദിനംതോറും നമ്മളെ പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.